ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കാലമാണ്. തുണി അഴിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വലിച്ചു കീറുക, ഇതല്ല വേണ്ടത്. എങ്കിലും പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയല്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സെക്സ് കാണിക്കാനും അത് മറ്റുള്ള ഇത് ഒരാളല്ല കാണുന്നത്. ഒരുപാട് ഇത് കാണാനായിട്ട് അതുമാത്രമായിട്ട് വേറെ എന്തെങ്കിലും സംഭവമില്ല. നമ്മളുള്ള കുട്ടികളാണെങ്കിൽ ആരെങ്കിലും കാണാൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതാവാം, ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. അതിന്റെ ആവശ്യമില്ല. അതെ, അത്രേ ഉള്ളൂ. നല്ല മാതാപിതാക്കൾ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇമാതിരി ഊളത്തരം ഒന്നും അനുവദിക്കാൻ പാടില്ല. വലിച്ചു കീറി ഒട്ടിക്ക് എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. അപ്പൊ നീളാനാമ്പിയരൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്റെ മക്കളാണ് എനിക്ക് ഡ്രസ്സ് പോലും സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറെ എണ്ണം ഉണ്ട് ഇമാതിരി ഊളത്തരം കാണിക്കുന്ന ആളുകൾ സ്വന്തം മക്കളെ ചേർത്ത് വെച്ചിട്ടാ പറയാ. അവരൊക്കെ എന്തൊരു സന്തോഷമാണെന്നറിയോ, അവർക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ. ആ കുട്ടികൾക്ക് അതിനുള്ള ബോധം വേണ്ടേ? അവരൊക്കെ കുറച്ചും കൂടി കാലം കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോഴാവും മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾ കളിയാക്കുമ്പോഴാവും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ പേക്കൂത്ത്, ഈ അലവലാതിത്തരം, ഊളത്തരങ്ങൾ ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. സബ്സ്ക്രിപ്ഷൻ, അത് ഇത് രണസുന ശരിക്ക് പെട്ട് കേട്ടോ. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചു, എന്നിട്ട് കുറെ ട്രാൻസിന്റെ പേരും പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുക. എന്ത് അവറ്റൊക്കെ പോവുപ്പോ കണ്ടോ, ഒന്നും നോക്കണ്ട, നിയമം പാസ്സായിട്ടുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ചേച്ചി പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്കുക തന്നെ വേണം. രണസുനക്ക് നേരിട്ടിട്ടും അല്ലാതെയും കൊടുക്കുന്ന കൊട്ടാണ്, കേൾക്കാം. ഇത് മാത്രമല്ലല്ലോ, സ്ത്രീകൾക്ക് വേറെ എന്തൊക്കെ കാശുണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇത് വന്നിട്ട് ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ അഴിഞ്ഞാടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് അതിൽ നിന്നാവുമ്പോ ഈസിയാ, വേറെ പണിയൊന്നുമില്ല. പക്ഷെ അവര് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവരവരുടെ ലൈനിലേ പോകൂ. അപ്പൊ അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ നിർത്താനുള്ള നിയമം വരണം. അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടെന്നേ. നിർത്താനുള്ള നിയമം വന്നിട്ടുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരുകൾക്ക് അതിനുള്ള അധികാരം കൂടി കൊടുക്കണം. അതുകൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേക്കുത്തുകൾ അവസാനിച്ചോളും. പർപ്പിൾ ബേബി ഒക്കെ കിടന്ന് കുടുങ്ങി. പർപ്പിൾ ബേബി കുറെ ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എതിരെ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ വഴി കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതാണ് ഈ രണസുന. നിങ്ങൾ ഇപ്പോ കുറെ അമ്മച്ചിമാര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവരൊക്കെ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് റീൽസും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അതൊന്നും അല്ല എന്റെ പൊന്നമ്മച്ചിമാരെ. അതിന്റെ അപ്പുറത്തേക്ക് ആ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾ, ഒരുപാട് ആളുകൾ ആ വീഡിയോസ് പുറത്തേക്ക് ചോർത്താറുണ്ട്. അപ്പൊ കാണാറില്ലേ എന്ത് വൃത്തിയേടാ കാണിക്കുന്നറിയോ? ഗുഡ് മോർണിംഗ്, ഈ സാധനമൊക്കെ കാണിക്കുക. അത് മാത്രല്ല അതിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെ കാണിക്കണം നിങ്ങൾക്ക് അറിയില്ലല്ലോ. വളരെ മോശപ്പെട്ട കുറെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറയാറുണ്ട്, ഇടക്കിടക്ക് പറയാറുണ്ട്. കുട്ടികളൊക്കെ ചിലപ്പോൾ ഇത് കാണും. അവർ കാണാൻ ഇടയായി കഴിഞ്ഞാല് ഇപ്പൊ ഒരു വ്യക്തി ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിട്ടിട്ടുണ്ട്. അതായത് ഒരു 10-15 വയസ്സുള്ള ഒരു പയ്യെ ഇതേപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിരുന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ ചേച്ചി പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എന്തിനാ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാനുള്ളത്. ഏകദേശം 2500 പരം ആളുകൾ ഇപ്പൊ സബ് അടിച്ചിട്ടുണ്ട്. 189 രൂപ എങ്ങാനാണ് മാസം ഈ ഒരു സ്ത്രീക്ക് ഇവരൊരു കാര്യമില്ലാതെ ഈ വളിപ്പത്തരം കാണാൻ വേണ്ടി ഇട്ട് കൊടുക്കണമെന്നുള്ളതാണ്. ഒരു മാസം 4 ലക്ഷത്തിന്റെ മുകളിലാണ് വരുമാനം. വർഷം അത് എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കി നോക്കിയേ. എന്നിട്ടും റേഷൻ കാർഡൊക്കെ എപ്പോഴും BPL ആണെന്നുള്ളതാണ്. അതൊക്കെ മാറ്റ്. ഈ അഹങ്കാരത്തിനൊരു പണി കിട്ടണം. അതൊക്കെ മാറ്റി കൊടുക്കുക എല്ലാരും കൂടെ. നമുക്ക് ചിലപ്പം ഒരു വാക്ക് മതിയായിരിക്കും. നമ്മൾ അത്ര വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക്, എടി ഞാനുണ്ട് കേട്ടോ, പോകാൻ പറയടി അവറ്റകളോട്. ആ ഒരൊറ്റ വാക്ക് മതി നമ്മളെ ജീവൻ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ. നല്ല സൗഹൃദമാണ് കേട്ടോ. ഇതും പമ്പ എന്ന് പറയുന്ന മറ്റൊരു, ഞാൻ പറയുന്നില്ല, അതും ചേർന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തൊരു വൃത്തികേട കാണിച്ചോണ്ടിരിക്കുന്ന അറിയോ. ഇവരുടെയും ഭർത്താവൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, മക്കളൊക്കെ ഭയങ്കര സപ്പോർട്ട്. എന്റെ പൊന്നോ, നല്ല സുഖമാണ്. ചേച്ചി പറഞ്ഞ പോലെ നല്ല സുഖമാണ്. പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി കോപ്രാത്തരം കാണിച്ചാൽ എന്നുള്ളതാണ്. ഇവരുടെ വീഡിയോസ് ഒന്നും ഇപ്പൊ സോഷ്യൽ മീഡിയ കാണിക്കാൻ പറ്റുന്നില്ല. യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികൾ കാണുന്ന പരിപാടിയും കൂടി ആയതുകൊണ്ട് നമുക്കത് ഷെയർ ചെയ്യാൻ കൂടി പറ്റില്ല. അത്രക്ക് മോശം എന്നുള്ളതാ. പക്ഷെ ചേച്ചി നിമിഷ ബിജു തന്നെ തിരിച്ച് നല്ല കൊട്ട കൊടുത്തു കിട്ടോ. ഇവരുടെ രണ്ടും അങ്ങോട്ടും കൊട്ടാനും മാത്രം യോഗ്യത ഉള്ളവർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടുക നല്ലത്. ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ ജനങ്ങൾ ഇത്രയും ക്രൂശിക്കാനൊന്നുമില്ല. എന്താ സത്യാവസ്ഥ എന്ന് അവർക്കേ അറിയൂ. അവർക്ക് അറിയാത്തോടത്തോളം കാലം ഞാൻ രണ്ടുപേരും കുറ്റം പറയില്ല. മോന്റെ ഭാഗത്ത് ന്യായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, രേണുവിന്റെ ഭാഗത്ത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അറിയാത്ത അവരെ കുറിച്ച് പറയാൻ പാടില്ല. എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു, സമൂഹത്തില് ഇതുപോലെ നമ്മൾ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയാസിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ പോസിറ്റീവ് വരും. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പൊന്നു ചേച്ചി, വളർത്തമ്മയാണോ എന്തമ്മയാണോ നോക്കണ്ട. കൊല്ലസുധിയുടെ ഭാര്യയാണല്ലോ. കൊല്ലസുധി മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അയാളുടെ ഒരു മകൻ അവിടെ നിൽക്കുന്നുണ്ട്. 10-20 വയസ്സ് കഴിഞ്ഞ ചെക്കന. ഇവൻ എത്രത്തോളം നാണക്കേട് ഉണ്ടാവും. രേണുസുധി പറയുമ്പോ തറ്റത്തുള്ള പേരോ അവന്റെ അച്ഛന്റെ പേരാ. ആ പേര് നാണക്കേട് കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രേണസുന. കള്ളപ്പേരാണ്. രേഷ്മ പി തങ്കച്ചെന്ന പേര്. ഈ ഒരു കള്ളപ്പേരും വെച്ചിട്ട് അയാളെ ഇങ്ങനെ നാണം കെടുത്തുന്നില്ലേ? മരിച്ച ആൾക്കും ജീവിച്ചിരിക്കുന്ന 10-20 വയസ്സുള്ള പയ്യന് നാണക്കേട് തന്നെ ആയിരിക്കും. എന്താ തർക്കമുള്ളത്? പിന്നെ ആ ചെക്കൻ വന്ന് പറഞ്ഞ കാര്യങ്ങള്
വീടിനകത്ത് ഒറ്റപ്പെട്ടതും അതേപോലെ തന്നെ അമ്മയാന്നൊക്കെ പറഞ്ഞ് ചെക്കനെ കൺവിൻസ് ചെയ്യിച്ചിട്ട് അച്ഛനായിട്ട് അങ്ങ് പോയി, ചെക്കൊറ്റക്കായി. പിന്നെ രേണുസുതിയെ കുറിച്ചിട്ട് ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാണ്. രേണുസുതി കൊല്ലസുതി മരണപ്പെടുന്ന ആ സമയം മുതലുള്ള ഈ നിമിഷം വരെയുള്ള ഇന്റർവ്യൂകൾ കണ്ട മനുഷ്യന്മാരാണ് കേരളത്തിലുള്ള ആളുകൾ. അന്ന് മുതൽ ഇന്ന് വരെ എന്നും മാറ്റി 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 നുണകൾ പറഞ്ഞ് മുന്നോട്ട് പോവാണ്. ചേച്ചി, ഞങ്ങൾക്ക് ഒരിക്കലും രണസുനെ വിശ്വസിക്കാൻ കഴിയില്ല. ഫുള്ള് കള്ളത്തര പറയുന്നേ. എത്ര ജനങ്ങളുണ്ട് എന്റെ കൂടെ, ഞാൻ എന്നെ ഒറ്റപ്പെടുന്നത്. പിന്നെ പേഴ്സണലി ഞാൻ ചില സമയം ഒറ്റപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഇത് എന്റെ ഫേവറേറ്റ് ആണ് ലഡു. ലഡുമിണിങ്ങി അവിടെ ഇരി. എനിക്ക് എത്ര ആരാധകരുണ്ട്, ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്നാ പറയുന്നത്. തെറി വിളിക്കാനാ വരുന്നേ. ഞാൻ അമ്മച്ചിമാരോടാ പറയുന്നത്, നിങ്ങൾ വെറുതെ ഈ മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കരുത്. അവര് കാണിച്ചു കൂട്ടുന്ന സബ്സ്ക്രിപ്ഷൻ പരിപാടികൾ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ ആൽബത്തിൽ അഭിനയിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. ഇതിൽ കുറെ പൊട്ടത്തരങ്ങളുള്ള അങ്ങനെ കോപ്രായത്തരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾ കുറ്റം പറയുന്നത്. അല്ലെങ്കിൽ ആരും മൈൻഡ് പോലും ചെയ്യില്ല. ഇപ്പൊ നമ്മൾ അലിൻ ജോസ് പെരേര എന്നൊക്കെ പറയുന്നുണ്ട് ആരെങ്കിലും? ഇല്ല. അവരൊക്കെ എവിടെ? അതൊക്കെ പോയി ഒരു മൂലയിലൂടെ. ഇതും പോവും. മൈൻഡ് കൊടുക്കാതിരുന്നാൽ മതി. നിങ്ങൾ ഈ സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഭർത്താവ് മരിച്ചൊരു അല്ലേ, ഭർത്താവ് മരിച്ചതാ. അപ്പൊ അതിന്റെ ഒരിത്തിരി കാണിച്ചെങ്കിൽ അവർക്ക് കൂടുതൽ സ്നേഹമേ കിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരങ്ങനെ ചെയ്യരുത്, ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സത്യാവസ്ഥ അറിയാതെ എനിക്ക് കിച്ചുവിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, രേണുവിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഈ സത്യാവസ്ഥ ഇപ്പൊ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കിച്ചുവിന് നല്ല 8ന്റെ പണി കിട്ടി. ഇനിയിപ്പോ ആ ഒരു ഇൻഷുറൻസ് തുക കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ ചെക്കൻ കുടുങ്ങിപ്പോയി, മൂഞ്ചി പോവും. അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ മക്കളുണ്ട്, അവരുണ്ട് എന്നുള്ള ചിന്ത വേണ്ടത് രണസുനക്കാണ്. രണസുനക്കുണ്ടോ, രണസുനയുടെ വീട്ടുകാർക്കുണ്ടോ ആ ഒരു സംഭവം? ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ആളുകൾ കുത്തിപ്പൊക്കി പുറത്തിടുന്നുണ്ടല്ലോ. ഇതൊക്കെ അവരുടെ ഫാമിലി കാണില്ലേ, എന്താണ് കാണിക്കുന്നത് എന്നുള്ള തോട്ട് വരില്ലേ? അതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആള്. പക്ഷെ ഒരു ഞാൻ പറഞ്ഞോട്ടെ, ആ രേണുസുധീനെ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും സമയത്ത് 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സാന്ന് പറയുന്നത്. എനിക്കിതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സ്വരൂപിച്ച് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാ, പരസ്യമായിട്ട്. അപ്പോ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ട് ഷൂട്ട് ചെയ്ത് പൈസ കിട്ടുമോ? അത് പോയിന്റ്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി കുറച്ചെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. ആരും കാണാതെ എവിടെന്നെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് തലമാരെ കൊണ്ട് വെച്ചാൽ ആരും കാണില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണുന്നുണ്ട്, അവർ മറുപടി ചോദിക്കും. ഈ വൃത്തികേടുകൾ കാണിക്കുമ്പോൾ അത് ആളുകൾ ചോദിക്കും. നിങ്ങൾ എല്ലാ കമന്റിനും മറുപടി കൊടുക്കാറൊന്നുമില്ല, അത് കൃത്യമായി കാണാറുണ്ട്. തെറി വിളിച്ച കമന്റ് അത് ഞാൻ പൊക്കി വെക്കും, എന്നാൽ ഹനാന് മറുപടി ഇല്ല, അല്ലെ? അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലാണ് ഇടുന്നത്. ആ ബോധം അവർക്ക് ഉള്ളത് നല്ലതാണ്. കാരണം അവരുടെ വളർന്നു വരുന്ന മക്കള് അത് കാണും. അത് മനസ്സിലാക്കുക. അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരും മക്കളൊക്കെ കാണും. അവർക്ക് ചിലപ്പോൾ അതൊക്കെ ഒരു നാണക്കേടായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ മിണ്ടാതിരിക്കുകയാണ്. കാരണം സാമ്പത്തികമായിട്ട് അത്യാവശ്യം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണല്ലോ വർഷം വരാൻ പോകുന്നത്. അത് പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുകയോ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അയ്യോ അമ്മ എന്താ ഇങ്ങനെ നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, കുറ്റമല്ല. പക്ഷെ ഞാനൊന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മക്കളോട്, ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ പുറത്തിറങ്ങി നടക്കാൻ പറ്റുണ്ടാവില്ല ചിലപ്പോ. അങ്ങനെയോ ആളുകൾ ചോദിക്കുന്നുണ്ടാവുക. സബ്സ്ക്രിപ്ഷൻ കൂടി എടുത്തപ്പോ ആകെ നാണക്കേടായിട്ടുണ്ടാവും. കാരണം ഒരുപാട് വ്ളോഗേഴ്സ് അത് കുത്തിപ്പൊക്കി പുറത്തിട്ടോണ്ടിരിക്കല്ലേ. അവരിത് കണ്ടോണ്ടിരിക്കാവൂല, അവന്റെ കൂട്ടുകാർ കാണുന്നുണ്ടാവൂലേ. അവനൊരു നിർവാഹം ഇല്ല, എന്താ പറയാന്നറിയില്ല, അങ്ങനെ കുടുങ്ങിയിരിക്കുക. ഈ സ്ത്രീനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാ? ഇത് കുത്താൻ വരുന്ന പോത്തിനോട് വേദോതിരി കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് ചീറി പിടിച്ച് ബഹളം വെച്ച് എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയും. അതുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ജീവിക്കുകയാണേ. 5-8 ആൾക്കാർ പോക്കറ്റിലുണ്ട്, 5-8 സോഷ്യൽ മീഡിയ ആളുകൾ. അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ സജീന വ്ളോഗ്സ് പോലത്തെ കുറെ എണ്ണം, ശ്രുതി എന്താ അതിന്റെ പേര് ഞാൻ മറന്നു, കൊക്ക്, ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സുഖമാണ് ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷെ സജീന വ്ളോഗിനൊന്നും ഒരു സപ്പോർട്ടും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഒരുപാട് അമ്മച്ചിമാർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ ധൈര്യമായിട്ട് കമന്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ ഈ ഒരു മണ്ടത്തരങ്ങൾ നിർത്തുന്ന് പറഞ്ഞിട്ട്. എന്റെ വീട്ടുകാർ, എന്റെ ചേച്ചി ഫാമിലി, എന്റെ കരീഷ്മ, ജാസി, അതുപോലെ ശ്രുതി സിത്താര, അവിടുത്തെ കുറെ കുറെ പേര്, സ്വീറ്റി മമ്മി, അതുപോലെ ദിയാസന, അങ്ങനെ കുറെ, സജിന ചേച്ചി, ശ്രീതു, അങ്ങനെ കുറെ പേര്, ശക്തരായിട്ടുള്ള കുറെ പേര് എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ചില ആളുകളുടെ പേര് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ശക്തരായിരിക്കും എന്നുള്ളത്. വേഷം കെട്ടല്ലേ, ശക്തരായിരിക്കും. ഞാനെന്ത് പറയാനാണ് എന്റെ പൊന്നമ്മച്ചി,
എന്തൊക്കെയാടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൂടെ ഒരുപാട് ആളുകൾ ഉണ്ട് പോലും. ഈ പറയുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയ ജീവിക്കുന്നവർ തന്നെയാണ്. അവർക്ക് അവരുടേതായ ജോലി ഉണ്ടാവുക, അങ്ങനെ പൊക്കോളും. പക്ഷെ നിങ്ങൾ ഈ വീഡിയോസ് ഇടുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. ആ ജനങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയോ ആ ജനങ്ങൾ കൊടുക്കുന്ന പണിയോ വാങ്ങി വെക്കേണ്ടി വരും നിങ്ങൾ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഒരു ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ? ഇവിടെ കാണിക്കുന്നതല്ല, അതിനകത്ത് വേറെ കാണിക്കുന്നത്. അപ്പൊ ആൾക്കാർ അത് കയറി നോക്കാൻ വേണ്ടി ഇവിടെ കാണിക്കുന്നതല്ല അവര് അവിടെ കാണിക്കുന്നത്. കറക്റ്റ് കാര്യമാണ്. വേണമെങ്കിൽ ഞാൻ അങ്ങനെ കാണിക്കണം ആഗ്രഹിച്ചതല്ല, എന്നാലും വേണ്ടില്ല, ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണും. ഞാൻ ഭയങ്കര സങ്കടത്തിലും ടെൻഷനിലുമാണ്. സത്യം പറഞ്ഞ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്ത് ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ നാട്ടിലെത്തിയതാ. ഇച്ചിരി ചോറുണ്ട്. ഇനി ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിത് കാണിച്ചത് കുറച്ച് അമ്മച്ചിമാർക്ക് വേണ്ടിയിട്ടാണ്. അവര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവര് എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള സാധനം. വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. കണ്ടില്ല എന്താ കാണിക്കുന്നത് എന്നുള്ളത്? ഇതാണ് സബ്സ്ക്രിപ്ഷന്റെ ഭാഗത്ത് കാണിക്കുന്നത്, നമ്മൾ കാണുന്നതല്ല. അത് മനസ്സിലാക്കുക. മുന്നോട്ട് വന്നത് ആയിക്കോട്ടെ, കഷ്ടപ്പെട്ടിട്ട് അന്നിരുന്നേക്കാളും ലെവൽ ഇപ്പത്തിരി പൊസിഷൻ ആയോ? അതെ അതെ. 100 രൂപ ആരെയും കൈ നീട്ടണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആൺപിള്ളേര്. മക്കൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിത് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലെയല്ല. ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്ത? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു. എന്റെ മോൻ വളർന്നു വരുന്നു. ഞാൻ ഒരമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരുടെയും മനസ്സിലും വേണം. ഞാനിപ്പോ രേണു അങ്ങനെ കാണിച്ചിട്ട് കാശുണ്ടാക്കി എന്നല്ല ഞാൻ പറയണത്. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ ഈ സ്ത്രീ പറഞ്ഞ, ഈ ചേച്ചി പറഞ്ഞ പോലെ ചിന്തിക്കാത്തത്? അവർ കറക്റ്റ് കാര്യം പറയുന്നത്. മക്കള് കാണും, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയും. ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തന്നെ കോപ്രായത്തരങ്ങൾ വേറെ സൈഡിലുണ്ട്. കഴിവൊന്നുമില്ല, എന്നിട്ട് അതിനെ പൊക്കി പിടിച്ച് അടക്കം കുറെ എണ്ണം ഉണ്ട്. ഇതൊക്കെ കണ്ടവർക്ക് വ്യക്തമായിട്ടൊരു ധാരണയും കിട്ടി, ഇങ്ങനെ പോയാലാണ് മുന്നോട്ട് പോകാൻ എളുപ്പം എന്നുള്ളത്. ഇപ്പൊ നല്ല വരുമാനം കിട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ കുറെ യൂട്യൂബർമാരെ വെല്ലുവിളിക്കുന്നത്, എന്റെ ചാനൽ പൂട്ടിക്കാൻ കഴിയെങ്കിൽ, അല്ല എന്റെ ഇൻസ്റ്റാഗ്രാം പൂട്ടിക്കാൻ കഴിയെങ്കിൽ പൂട്ടിക്ക് എന്നൊക്കെ വെല്ലുവിളിക്കുന്നത്. അവരൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നും, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് തോന്നും ഇത് പണി കൊടുക്കണം എന്നുള്ളത്. അതെന്തുകൊണ്ട് രണസുനെ മനസ്സിലാക്കുന്നില്ല? നീ ഒരു ക്ലിപ്പ് കൊടുത്ത് കണ്ടോക്കെ. ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കാലമാണ്. തുണി അഴിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വലിച്ചു കീറുക, ഇതല്ല വേണ്ടത്. എങ്കിലും പൈസ ഒരു സ്ത്രീ അല്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സെക്സ് കാണിക്കാനും അതിന് മറ്റുള്ള ഇത് ഒരാളല്ല കാണുന്നത്, ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായിട്ട് അതുമാത്രമായിട്ട് വേറെ എന്തെങ്കിലും സംഭവമില്ല. നമ്മളുള്ള കുട്ടികളാണെങ്കിൽ ആരെങ്കിലും കാണാൻ എന്തെങ്കിലും കാരണം കൊണ്ടിട്ടാവാം ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ആവശ്യമില്ല, ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇത് വ്യക്തമായിട്ട് പറയാന് കുറച്ച് ആളുകൾ രംഗത്ത് വരണം, കുറച്ച് ചേച്ചിമാര് രംഗത്ത് വരണം, കുറച്ച് അമ്മച്ചിമാർ രംഗത്ത് വരണം. നമ്മളെ പോലുള്ള കുറച്ച് ആണുങ്ങൾ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അത് അസൂയ, അത് ഇത് അവരുടെ രണസുനെ തന്നെ രംഗത്ത് വരും. സ്ത്രീകൾ വാ, സജിന വ്ളോഗിനെ ഒന്നും ഒരു തേങ്ങാക്കൊലി അറിയില്ല, വെറുതെ ഒരു കാര്യമില്ലാതെ ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരങ്ങനെയല്ല നല്ല നടക്കുന്നത്. ഈ രണസുന നടക്കുന്ന പോലെ അല്ല നടക്കുന്നത്. അങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ ഓക്കെ, ഇത് അങ്ങനെയല്ല നടക്കുന്നത്. അവർക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ട്. സജിന വ്ളോഗ് തന്നെ രണസുനയെ കുറ്റം പറഞ്ഞ വീഡിയോസ് ഒരുപാടുണ്ട്, നമ്മളെ കയ്യിലുണ്ട്, അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ. അപ്പൊ കാണുന്നവനെ അത് വിളിക്കുന്ന സ്വഭാവം വെച്ചിട്ടാണ് രണ നടക്കുന്നത്. രണ ഇമാതിരി പ്രഹസനങ്ങളും ഊളത്തരങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ. നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഇതുപോലെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ നടന്നു നോക്കിയേ, അതൊന്ന് കണ്ടു നോക്കിയേ നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോ ഏതോ വീട്ടിൽ ആരോ നടക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ കൊല്ലസുതിയോടെ എന്ത് കമ്മിറ്റ്മെന്റ് ആണുള്ളത് അല്ലേ? ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അയാൾ വലിയൊരു മഹാനായ ഒരു കഴിവുള്ള ഒരു വ്യക്തിയൊന്നല്ല സത്യത്തില്. അയാളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. അയാളുടെ കുറച്ച് ടമാർപ്പെടാത്ത പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു, അയാളെ 2-3 സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടു, അയാൾ കുഴപ്പമില്ല, ഒരു പാവം ഒരു സാധാരണ കലാകാരനാണെന്നുള്ള ബോധം കൊണ്ടാണ് ആളോട് നമുക്കൊരു താല്പര്യം വന്നിട്ടുള്ളത്. പക്ഷെ രണസുനയുടെ വിചാരം എന്താ വെച്ചാലേ, ഈ പറയുന്ന കൊല്ലം സുധിയെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് എന്നുള്ളതാണ്. വെറും ഒരു തോന്നൽ മാത്രമാണ് എന്നുള്ളതാണ്. കൊല്ലം സുധിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇപ്പൊ ഇഷ്ടമല്ല. അമ്മാതിരി കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ തന്നെ അഭിപ്രായം പറ. ഇപ്പൊ ഷെഫീന ബി ഭയങ്കര ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രേണുസുധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട്. വിപിൻലാൽ ഒരു വീഡിയോ പുറത്തു വിടാന്ന് പറഞ്ഞിട്ട് ഓ മുങ്ങി, ഓ എവിടെയോ ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറ, ഈ രണസുനയുടെ പ്രഹസനങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ നമിച്ചു കേട്ടോ.
എങ്ങനെയെങ്കിലും കുടുംബം നോക്കി മുന്നോട്ട് പോയിക്കോട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല കേട്ടാ. ഒരു നിയമം ഇവിടെ പാസ്സായിട്ടുണ്ട്, അത് ഉടനടി തന്നെ പണി വരും. സംസ്ഥാന സർക്കാരുകൾക്ക് അതിനുള്ള ഉത്തരവ് എത്രയും പെട്ടെന്ന് കിട്ടും. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.